ഹായ് എവരിവൺ, നമുക്കൊന്നൊരു അടിപൊളി ചോദ്യമാണ്. സ്ട്രെങ്ത് അല്ലെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ഹെവി വെയിറ്റ് ലോ റെപ്പാണോ വർക്കൗട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലോ വെയിറ്റ് ഹെവി റെപ്പറ്റീഷൻ ആണോ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, നമുക്ക് ഒരു വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് പ്രോപ്പർ ടെക്നിക്കിൽ നമ്മൾ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ആ ഒരു സെറ്റ് ഫെയിലിയറിലേക്ക് എത്തുന്നുണ്ടോ, എന്നാൽ അവിടെ ഉറപ്പായിട്ടും മസിൽ ഗെയിൻ ഉണ്ടാവും. റിസർച്ചിൽ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മസിൽസിനെ എത്രത്തോളം നമ്മൾ ഫെയിലിയർ റെപ്പറ്റീഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അത്രത്തോളം മസിലിന് ഹൈപ്പോട്രോഫി ഉണ്ടാവും, അത്രത്തോളം മസിൽ ഗെയിൻ ആവും. മസിൽ ഗെയിനിങ്ങിന് അത് സഹായിക്കും. ഈ ഹൈപ്പോട്രോഫി അല്ലെങ്കിൽ വർക്കൗട്ടിൻ്റെ ഭാഗം ഒഴികെ നമുക്ക് മസിൽ ബിൽഡ് ആവാൻ അത്യാവശ്യം വേണ്ട ബാക്കി രണ്ട് കാര്യങ്ങളാണ് പ്രോപ്പർ ന്യൂട്രീഷനും പ്രോപ്പർ റെസ്റ്റ് അല്ലെങ്കിൽ റിക്കവറി. നിങ്ങൾ ഇത്രയും ഹെവി വെയിറ്റും ഹെവി വർക്കൗട്ടും നിങ്ങൾ ജിമ്മിൽ കൊടുത്തതിന് ശേഷം പ്രോപ്പർ ന്യൂട്രീഷനും പ്രോപ്പർ റിക്കവറി നിങ്ങൾ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ അത്ര ഫലം നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം കൂടുതൽ ഇതേപോലെ ഡൗട്ടുകൾ കമൻറ്റിൽ വരും തോറും കൂടുതൽ വീഡിയോസ് ഇതേപോലെ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതേപോലത്തെ അടിപൊളി കമൻറ്റ്സിനായിട്ട് വെയിറ്റിംഗ് ആണ്. സോ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ ചോദിക്കുക, എനിക്ക് അറിയാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം ബൈ.